ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് മാർക്സിസം എ കോംപ്രിഹെൻസീവ് ഓവർവ്യൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. മാർക്സിസം 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജർമ്മൻ ഫിലോസഫേഴ്സായ കാറൽ മാക്സും ഫെഡറിക് എംഗൽസിൽ നിന്ന് ഉടലെടുത്ത ഒരു ഫിലോസഫിയാണ്. മാർക്സിസം എന്താണ് എക്സാമിൻ ചെയ്തതെന്നറിയാമോ? എങ്ങനെയാണ് വ്യത്യസ്ത സാമൂഹിക വർഗ സംഘർഷങ്ങളിലൂടെ സമൂഹം മാറുന്നു, എങ്ങനെയാണ് വ്യത്യസ്തമായിട്ടുള്ള സാമൂഹിക വർഗ സംഘർഷങ്ങളിലൂടെ സമൂഹം മാറുന്നു എന്ന് നോക്കുന്നു. മാർക്സിസം എന്ന് പറയുന്നത് പിൽക്കാലത്ത് ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് പിരിഞ്ഞു പോയത് കൊണ്ട് ഇപ്പോൾ മാർക്സിസത്തിന്റെ സിംഗിൾ വേർഷൻ നമുക്ക് ഒരിടത്തും കാണാൻ പറ്റില്ല. മാർക്സിസം ഈസ് കൺസിഡർഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഐഡിയോളജി ഓഫ് ഓവർ ടൈം. ഉള്ളതിൽ വെച്ച്, കാലം നിലനിൽക്കുന്നതിൽ വെച്ച് ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഐഡിയോളജിയാണ് മാർക്സിസം. എന്തിനോടൊപ്പം തന്നെ ലിബറലിസത്തിനോടും ഐഡിയലിസത്തിനോടും ഒപ്പം തന്നെ. There are three major theories of political science. According to Weber, there are three major theories in political science. The state can be viewed three ways. അല്ലെങ്കിൽ സ്റ്റേറ്റ് മൂന്ന് രീതിയിലാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കാണപ്പെടുന്നത്. ഒന്ന് മിഷൻ, ലിബറലിസം. രണ്ട് ഓർഗാനിസം മീൻസ് ഐഡിയലിസം. മൂന്ന് ക്ലാസ് സ്ട്രക്ചർ മീൻസ് മാർക്സിസം. ഈ മൂന്ന് രീതിയിലാണ്, അതായത് ലിബറലിസം, ഐഡിയലിസം, ക്ലാസ് സ്ട്രക്ചർ, ഈ മൂന്ന് രീതിയിലാണ് അല്ലെങ്കിൽ മൂന്ന് വേസിലാണ് സ്റ്റേറ്റ് നിലനിൽക്കുന്നതെന്നാണ് മാർക്സിസം പറയുന്നത്. അപ്പോൾ നമ്മളിനി എന്താ പറയേണ്ടത്? മാർക്സിസത്തിന് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. മാർക്സിസം പ്രധാനമായിട്ട് എക്സാമിൻ ചെയ്യുന്നത് എന്താണ്? വ്യത്യസ്ത തരത്തിലുള്ള സാമൂഹിക വർഗ സംഘർഷങ്ങളാണ്. ഈ സാമൂഹിക വർഗ സംഘർഷങ്ങളിലൂടെ സൊസൈറ്റിക്ക് എന്ത് ചേഞ്ചസ് വന്നു എന്നാണ് എന്ത് ചെയ്യുന്നത്? മാർക്സിസം എക്സാമിൻ ചെയ്യുന്നത്. ഇനി അടുത്ത സ്ലൈഡ്. വാട്ട് ഈസ് മാർക്സിസം? മാർക്സിസത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓൾറെഡി പറയുന്ന ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുവാണ്. മാർക്സിസം ഈസ് എ സോഷ്യൽ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കൽ തിയറി. ഡെവലപ്ഡ് ബൈ പ്രൈമർലി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറൽ മാക്സും ഫെഡറിക് എംഗൽസും 19-ാം നൂറ്റാണ്ടിലാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇത് ഓൾറെഡി ഫോക്കസ് ചെയ്യുന്നത് നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സൊസൈറ്റി എങ്ങനെ ചരിത്രം ഷെയ്പ്പ് ചെയ്തെടുത്തു, വിവിധ തരത്തിലുള്ള സാമൂഹിക സംഘർഷങ്ങളിലൂടെ സൊസൈറ്റി എങ്ങനെ എന്ത് ചെയ്തെടുത്തു? ചരിത്രം ഷെയ്പ്പ് ചെയ്തെടുത്തു. സോഷ്യൽ ക്ലാസസിനെ കുറിച്ച്, ഡിഫറെൻറ്റ് സോഷ്യൽ ക്ലാസസ് എന്ന് പറയുമ്പോൾ ആരാണ്? പർട്ടിക്കുലർലി ബിറ്റ്വീൻ ദ റൂളിംഗ് ക്ലാസസ് ആൻഡ് വർക്കിംഗ് ക്ലാസസ്. രണ്ട് പ്രധാനപ്പെട്ട സോഷ്യൽ ക്ലാസസ് ആണ് ബ്യൂറോക്രസിയും പ്രോളിറ്റേറിയൻസും റൂളിംഗ് ക്ലാസ്സസും അതുപോലെ തന്നെ വർക്കിംഗ് ക്ലാസ്സസും. അപ്പോൾ റൂളിംഗ് ക്ലാസ്സസും വർക്കിംഗ് ക്ലാസ്സസും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിലൂടെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്ട്രഗിളിലൂടെ എങ്ങനെ സൊസൈറ്റി ഡെവലപ്പ് ചെയ്ത് വന്നു, ചേഞ്ച് ചെയ്ത് വന്നു എന്നാണ് മാർക്സിസം പറയുന്നത്. മാർക്സിസം അഡ്വക്കേറ്റ്സ് ഫോർ ദ വർക്കിംഗ് ക്ലാസ്സസ് ഓവർ ത്രൂ ദ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം ത്രൂ റെവല്യൂഷൻ. മാർക്സിസം പറയുന്നത് എന്താണ്? മാർക്സിസം പറയുന്ന എപ്പോഴും വർക്കിംഗ് ക്ലാസ്സസ് ക്യാപിറ്റലിസ്റ്റിനെ ഓവർത്രോ ചെയ്യണം, മുന്നിലേക്ക് വരണം, അല്ലെങ്കിൽ അവരെ അടിച്ചമർത്തിയിട്ട് എന്ത് വരണം? ഒരു റെവല്യൂഷനിലൂടെ, ഒരു വിപ്ലവത്തിലൂടെ അവരെ അടിച്ചമർത്തിയിട്ട് വർക്കിംഗ് ക്ലാസ്സസ് മുന്നോട്ട് വരണം. ലീഡിങ് ടു വർക്കിംഗ് ക്ലാസ്സസ് ലീഡ് ചെയ്യണം. അപ്പം മാർക്സിസം അഡ്വക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഫോർ ദ വർക്കിംഗ് ക്ലാസ്സസ് ഓവർ ത്രോ ദ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തെ ഓവർ ത്രോ ചെയ്തിട്ട് എന്തിലൂടെ ഓവർ ത്രോ ചെയ്യണമെന്നാണ് മാർക്സിസം പറയുന്നത്? റെവല്യൂഷനിലൂടെ ഓവർത്രോ ചെയ്തിട്ട് ഈ എന്നിട്ട് ലീഡ് ടു എ ക്ലാസ്ലെസ്, അതായത് ഒരു വർഗവും ഇല്ലാത്ത, ഒരു ജാതിയും ഇല്ലാത്ത, ഒരു ക്ലാസ്സും ഇല്ലാത്ത ഒരു സൊസൈറ്റി ആയിട്ട് നിലവിൽ വരണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി ആകണം. അപ്പം മാർക്സിസം അഡ്വക്കേറ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? വർക്കിംഗ് ക്ലാസ്സസ് ആരെ ഓവർത്രോ ചെയ്യണമെന്നാണ് പറയുന്നത്? ക്യാപിറ്റലിസ്റ്റസിനെ ഓവർത്രോ ചെയ്യണം. എന്തിലൂടെ ഓവർത്രോ ചെയ്യണമെന്നാണ്? ഒരു റെവല്യൂഷനിലൂടെ ഓവർത്രോ ചെയ്തിട്ട് ക്ലാസ്ലെസ് സൊസൈറ്റി ലീഡ് ചെയ്യണം. ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ്ലെസ് സിറ്റുവേഷൻസ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവണം. സ്റ്റേറ്റ് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവണം. അവിടെ എന്ത് മാത്രമാണ് ചെയ്യുന്നത്? അവിടെ പ്രൊഡക്ഷനാണ് കളക്റ്റീവ്ലി ഓൺ ചെയ്യേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള സൊസൈറ്റി ആയിരിക്കണം. അതിനകത്ത് പ്രത്യേകിച്ച് വേറെ ക്ലാസ്ലെസ് സിസ്റ്റംസ്, അതായത് ബ്യൂറോക്രസീസ് എന്നോ അങ്ങനെ അതുപോലെ തന്നെ വർക്കിംഗ് ക്ലാസ്സസ് എന്നോ ആ ഒരു ഡിവിഷൻസ് ഒന്നും പാടില്ല. ദ തിയറി കമ്പൈൻ മെറ്റീരിയലിസ്റ്റിക്
മെറ്റീരിയലിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് എ ഹിസ്റ്ററി. ഈ ഹിസ്റ്ററിയിലെ ഒരു മെറ്റീരിയലിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ തിയറി എന്ത് ചെയ്തിരിക്കുന്നത്, മാർക്സിസം പറഞ്ഞിരിക്കുന്നത്. അതിനറിയപ്പെടുന്നത് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്നാണ്. Historical materialism believes that capitalism will eventually be replaced by communism. Capitalism കുറേ കഴിയുമ്പോഴത്തേക്ക് അതെന്തായി റീപ്ലേസ് ചെയ്തു വരും, കമ്മ്യൂണിസമായിട്ട് റീപ്ലേസ് ചെയ്ത് വരും ത്രൂ ദ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രോളിറ്റേറിയൻസ്. അതായത് ആരുടെ ഭരണം പ്രകാരമായിട്ടാണ്, അതായത് വർക്കിംഗ് ക്ലാസിൻ്റെ, പ്രോളിറ്റേറിയൻസ് എന്ന് വെച്ചാൽ വർക്കിംഗ് ക്ലാസിൻ്റെ എന്തിലൂടെ, ഭരണത്തിലൂടെ, അവരുടെ ഡിക്റ്റേറ്റർഷിപ്പോടുകൂടി, അവരുടെ ഭരണത്തോടുകൂടി അല്ലെങ്കിൽ അവരുടെ മേൽനോട്ടത്തിൽ ക്യാപിറ്റലിസം മാറിയിട്ട് കമ്മ്യൂണിസം റീപ്ലേസ് ചെയ്ത് വരും. Marxism continues to influence political thought and moves around the world. Marxism continue ചെയ്യുന്ന എന്താണ്, ഒരു പൊളിറ്റിക്കൽ തോട്ടിൽ ഒരു മൂവ്മെൻറ്റ് ലോകം മുഴുവനും മാറി വരും. അപ്പം മാർക്സിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ പോയിന്റ്സ് എന്താണ്, മാർക്സിസം ആദ്യം നോക്കുന്നത് സോഷ്യൽ ചേഞ്ചസിനെ കുറിച്ചാണ്. അത് കഴിഞ്ഞ് രണ്ടാമത് മാർക്സിസം ക്യാപിറ്റലിസ്റ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുവാണ്. ക്യാപിറ്റലിസം അല്ലെങ്കിൽ റൂളിംഗ് ക്ലാസസിനെ എന്താ ചെയ്യുന്നത്, റൂളിംഗ് ക്ലാസസ് ഈസ് മാർക്സിസം ആർഗ്യൂ ദാറ്റ് റൂളിംഗ് ക്ലാസ് അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് സ്ട്രക്ചർ എന്താ സംഭവിക്കുന്നത്, ഇൻഹെറൻ്റ്ലി എക്സ്പ്ലോയിറ്റേറ്റ് ആൻഡ് അൺസസ്റ്റൈനബിൾ ലീഡിങ് ഇൻഇക്വാളിറ്റി ആൻഡ് ഏലിനേഷൻ. അവരെന്താ ചെയ്യുന്നത്, ഈ ക്യാപിറ്റലിസത്തിൻ്റെ ഇൻഹെറൻ്റ്ലി തന്നെ എന്തുണ്ട്, ഏതൊരു എക്സ്പ്ലോയിറ്റേറ്റീവ് നേച്ചറുണ്ട്, ചൂഷണം ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അത് എന്ത് ചെയ്യുവാണ്, അത് ഇൻഇക്വാളിറ്റിക്കും ഏലിയനേഷനും ലീഡ് ചെയ്യും. ഇൻഇക്വാളിറ്റിക്കും അസമത്വത്തിനും അതുപോലെ തന്നെ ഏലിയനേഷനും എന്ത് ചെയ്യും, ഉപാധിയായി തീരും അല്ലെങ്കിൽ കാരണമായി തീരും. റെവല്യൂഷൻ ആൻഡ് കമ്മ്യൂണിസം മൂന്നാമത്തെ കാര്യം, അതല്ലേ മാർക്സിസം പറഞ്ഞത്. സോഷ്യലിസ്റ്റ് റെവല്യൂഷൻ ഓവർത്രോ ചെയ്തിട്ട്, വിവിധ തരത്തിലുള്ള വർഗങ്ങളുടെ ചേഞ്ചസ് ഓവർത്രോ ചെയ്തിട്ട് ക്യാപിറ്റലിസം എസ്റ്റാബ്ലിഷ് ചെയ്ത് വരും. ക്യാപിറ്റലിസം എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ക്ലാസ്ലെസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്ലെസ് കമ്മ്യൂണിറ്റി സൊസൈറ്റി ഉണ്ടാവും. ക്ലാസ്ലെസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്ലെസ് കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി ഉണ്ടാവും. അപ്പോൾ അത് വാട്ട് ഈസ് മാർക്സിസം എന്നുള്ളത് കഴിഞ്ഞു. ഇനി വാട്ട് ആർ ദ മേജർ അല്ലെങ്കിൽ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്സിസം. എന്താണ് ബേസിക് പ്രിൻസിപ്പിൾസ്, മാർക്സിസത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്താണ്? The basic tenet of Marxism are the following. ഈ പറയുന്ന കാര്യങ്ങളാണ് മാർക്സിസത്തിൻ്റെ ബേസിക് ടെനൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഒന്ന് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, രണ്ട് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം, മൂന്ന് തിയറി ഓഫ് സർപ്ലസ് വാല്യൂ, നാല് ക്ലാസ് സ്ട്രഗിൾ, അഞ്ച് റെവല്യൂഷൻ, ആറ് ഡിക്റ്റേറ്റർഷിപ്പ് പ്രോളിറ്റേറിയൻസ്, ഏഴ് കമ്മ്യൂണിസം. ഈ 7 കോൺസെപ്റ്റാണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്സിസം. ഓരോന്നിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡിൽ പോവുകയാണ്. വാട്ട് ഈസ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം? ദിസ് ഈസ് എ സയൻറ്റിഫിക് മെത്തഡോളജി adopted by അല്ലെങ്കിൽ developed by Marx and Engels for the interpretation of history. ഹിസ്റ്ററിയെ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യാൻ വേണ്ടി അത് ഒരു സയൻറ്റിഫിക് മെത്തേഡാണ്. ആര് ഡെവലപ്പ് ചെയ്ത സയൻറ്റിഫിക് മെത്തേഡാണ്? മാർക്സും എംഗൽസും ഡെവലപ്പ് ചെയ്ത സയൻറ്റിഫിക് മെത്തേഡാണ്. ഇറ്റ് എംഫസൈസ്ഡ് ദ റൂൾ ഓഫ് മെറ്റീരിയൽ കണ്ടീഷൻസ് ആൻഡ് എക്കണോമിക്കൽ ഫാക്ടേഴ്സ് ഷേപ്പിംഗ് സൊസൈറ്റി ആൻഡ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ്. ഇതെന്താ ചെയ്യുന്നത്, എംഫസൈസ് ചെയ്യുന്നത് ഒരു മെറ്റീരിയൽ റോൾ ഓഫ് എ മെറ്റീരിയൽ കണ്ടീഷൻസ് ആൻഡ് എക്കണോമിക്കൽ ഫാക്ടേഴ്സ്. സൊസൈറ്റിയെ ചേഞ്ച് ചെയ്യുവാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ കണ്ടീഷൻസിൻ്റെ എക്കണോമിക്കൽ ഫാക്ടേഴ്സിൻ്റെയും റോൾ എന്താണ് എന്നാണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസ് നോക്കുന്നത്. അതിലൂടെ സൊസൈറ്റി ചേഞ്ച് ചെയ്യുകയും സൊസൈറ്റി ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. ഒന്നുകൂടെ പറഞ്ഞാൽ എന്താണ്, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം നോക്കുന്നത് എന്താണ്, ഈ മെറ്റീരിയൽ കണ്ടീഷൻസിൻ്റെയും എക്കണോമിക്കൽ ഫാക്ടേഴ്സിൻ്റെയും റോൾ എന്താണ്, എന്തിനു വേണ്ടിയിട്ടുള്ള റോൾ എന്താണ്, അതായത് സൊസൈറ്റിയുടെയും ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെയും ചേഞ്ചസ് വരുത്തുവാനുള്ള റോൾ എന്താണ്. ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ എംഫസൈസ് ചെയ്യുന്നത്, അതായത് മെറ്റീരിയൽ കണ്ടീഷൻസിൻ്റെയും എക്കണോമിക്കൽ ഫാക്ടേഴ്സിൻ്റെ റോൾ എന്താണ്, എന്തിനു വേണ്ടിയിട്ട്, സൊസൈറ്റിയെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റോൾ എന്താണ്. ദാറ്റ് ഈസ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം. വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം? Historical materialism, the theory interpret world history through the lens of dialectical materialism. ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൻ്റെ ലെൻസിലൂടെയാണ് അല്ലെങ്കിൽ ആ ഒരു പാതയിലൂടെയാണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം ഡെവലപ്പ് ചെയ്തു വന്നത്. പോസ്റ്റിംഗ് ദാറ്റ് ഹിസ്റ്ററി പ്രോഗ്രസ് ത്രൂ ഡിസ്റ്റൻറ്റ് സ്റ്റേജസ് ഓഫ് എക്കണോമിക്കൽ സ്ട്രഗിൾ ആൻഡ് ക്ലാസ് റിലേഷൻസ്. നേരത്തെ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഹിസ്റ്ററി പ്രോഗ്രസ് ചെയ്ത് വന്നത്,
ഡിഫറൻറ്റ് തരത്തിലുള്ള വിവിധ വർഗ്ഗങ്ങൾ തമ്മിലുള്ള അവരുടെ ഡിഫറൻറ്റ് സ്റ്റേജസ് ഓഫ് എക്കണോമിക് സ്ട്രക്ചർ ആൻഡ് ക്ലാസ് റിലേഷൻസ്, സാമൂഹികപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ളതും അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ളതും വിവിധ വിഭാഗങ്ങളുടെ സാമ്പത്തിക റിലേഷൻഷിപ്പാണ് കുറിച്ചാണ് പറയുന്നത്. പ്രധാനമായിട്ട് സാമ്പത്തിക സ്ട്രക്ചറിനെ കുറിച്ചാണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം പറയുന്നത്. ഇനി വാട്ട് അബൌട്ട് തിയറി ഓഫ് സർപ്ലസ് വാല്യൂ എക്സ്പ്ലോയിറ്റേഷൻ ഇൻ ക്യാപിറ്റലിസം. ദിസ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്? ക്യാപിറ്റലിസത്തിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻസ് ആണ്, ചൂഷണത്തെക്കുറിച്ചാണ് ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ തിയറി എന്താ ആർഗ്യൂ ചെയ്യുന്നത്? ആർഗ്യൂയിങ് ദാറ്റ് വർക്കേഴ്സ് ആർ പെയ്ഡ് ലെസ് ദാൻ ദ വാല്യൂ ദേ ക്രിയേറ്റ്. അവർ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കാട്ടിയും വളരെ കുറഞ്ഞ വാല്യൂ ആണ് വർക്കേഴ്സിന് കിട്ടുന്നത്. ലീഡിങ് ടു എ സർപ്ലസ് വാല്യൂ ദാറ്റ് അപ്രോപ്രിയേറ്റഡ് ബൈ ക്യാപിറ്റലിസ്റ്റ്. ഇങ്ങനെ അവർക്ക് ജോലിക്ക് ഉതകുന്ന തരത്തിലുള്ള വേതനം കിട്ടിയില്ല എങ്കിൽ, അവർ ക്രിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് പെയ്ഡ് കിട്ടിയില്ല എങ്കിൽ അത് ആർക്ക് സപ്പോർട്ടായിട്ട് വരും? അത് ആർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരും? ക്യാപിറ്റലിസ്റ്റുകാർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരും. അതാണ് സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത്. അത് അടുത്തത് ക്ലാസ് സ്ട്രഗിൾ എന്ന് വെച്ചാൽ എന്താണ്? മാർക്സിസം എംഫസൈസ് ഇൻഹറന്റ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ക്ലാസ്സസ്. എപ്പോഴും മാർക്സിസം പറയുന്ന ഒരു കാര്യമാണ്, എപ്പോഴും സൊസൈറ്റിയിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇൻഹറന്റ്ലി ഒരു കോൺഫ്ലിക്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ തരത്തിലുള്ള വർഗ്ഗങ്ങൾ തമ്മിൽ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പർട്ടിക്കുലർലി ബിറ്റ്വീൻ ദ ബ്യൂറോക്രാസ് ആൻഡ് പ്രോളിറ്റേറിയൻസ്. പ്രധാനമായിട്ടും ബ്യൂറോക്രാസും പ്രോളിറ്റേറിയൻസ് എന്ന് വെച്ചാൽ മുതലാളിയും തൊഴിലാളിയും തമ്മിൽ ഒരു സംഘർഷം ഇൻഹറന്റ്ലി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഉടലെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു സംഘർഷം ഡ്രിവൺ ബൈ ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വർക്കിംഗ് ക്ലാസസ്. ഈ ഒരു സംഘർഷമാണ് എന്തിലേക്ക് വഴിതിരിയുന്നത്? വർക്കിംഗ് ക്ലാസസിനെ ചൂഷണം ചെയ്യുവാനുള്ള ഒരു ഉപാധിയായിട്ട് നിലനിൽക്കുന്നത് എന്നാണ് ക്ലാസ് സ്ട്രഗിള് മാർക്സിസം പറയുന്നത്. ഇനി അടുത്ത് എന്താ? ഇനി നമ്മൾ ഓരോ കോൺസെപ്റ്റുകളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. വാട്ട് ഈസ് ഡയലറ്റിക്കൽ മെറ്റീരിയലിസം? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ജസ്റ്റ് ഒന്ന് വായിക്കുന്നതേ ഉള്ളൂ. ഡയലറ്റിക്കൽ മെറ്റീരിയലിസം ഡെവലപ്ഡ് ബൈ മാർക്സ് എംഗൽസ്. This is a method for interpreting history based on material conditions and economical factors. എന്ത് ബേസ് ചെയ്തിട്ടാണ്? മെറ്റീരിയൽ കണ്ടീഷൻസും എക്കണോമിക്കൽ ഫാക്ടേഴ്സും ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഹിസ്റ്ററി ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. ഹിസ്റ്ററി എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്നു? മെറ്റീരിയൽ കണ്ടീഷൻസിൻ്റെയും എക്കണോമിക്കൽ ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹിസ്റ്ററി ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ബിൽഡ് ഓൺ ദ ഐഡിയ ഓഫ് ഹെഗൽ ഹു ഇൻട്രൊഡ്യൂസ് ഡയലറ്റിക്കൽ പ്രോസസ്സ് ഇൻവോൾവിംഗ് തീസിസ്, ആന്റിതീസിസ്, സിന്തസിസ്. ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഡയലറ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന ഒരു ഐഡിയ മാർക്സും എംഗൽസും കടമെടുത്തത് ഹെഗല്, അതായത് വെസ്റ്റേൺ ഫിലോസഫറായ ഹെഗലിൻ്റെ ഐഡിയയിൽ നിന്നാണ്. അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡയലറ്റിക്കൽ പ്രോസസ്സിലൂടെയാണ്. ഒരു ഡയലറ്റിക്കൽ പ്രോസസ്സിലൂടെയാണ് സൊസൈറ്റി ഇവോൾവ് ചെയ്യുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ആദ്യം തീസിസ് ഉണ്ടാകുന്നു, അത് കഴിഞ്ഞ് ആന്റി തീസിസ് ഉണ്ടാകുന്നു, അത് കഴിഞ്ഞ് സിന്തസിസ് ഉണ്ടാകുന്നു. അപ്പോൾ തീസിസ്, ആന്റി തീസിസ്, സിന്തസിസ് എന്ന് പറയുന്ന 3 പ്രോസസ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ സൊസൈറ്റി ഇവോൾവ് ചെയ്യുന്നതെന്ന് ഹെഗൽ പറഞ്ഞ ആ ഐഡിയ തന്നെയാണ് ഉൾക്കൊണ്ടുകൊണ്ടാണ് മാർക്സ് എന്ത് ചെയ്തത്? ഡയലറ്റിക്കൽ മെറ്റീരിയലിസം പറഞ്ഞത്. വിയർ ഐഡിയ ഇവോൾവ് വിത്ത് കോൺട്രഡിക്ഷൻസ്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഈ ഹെഗലിൻ്റെ ആ ഒരു ഇതിനകത്ത് ഇവോൾവിങ് പ്രോസസ്സിനകത്ത് ഐഡിയ ആണ് ഇവോൾവ് ചെയ്യുന്നത്. ഐഡിയ തീസിസ് ആയിട്ടും ആന്റി തീസിസ് ആയിട്ടും സിന്തസിസ് ആയിട്ടും എന്ത് ചെയ്യും? ഇവോൾവ് ചെയ്യും. അതായത് കോൺട്രഡിക്ടറി, ഓപ്പോസിറ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ മാർക്സിസം ഫോക്കസ് ചെയ്യുന്നത് മെറ്റീരിയൽ കണ്ടീഷൻസ് റാദർ ദാൻ ഐഡിയ. ഐഡിയയെ കാട്ടിയും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്? മെറ്റീരിയൽ കണ്ടീഷൻസിനാണ്. മെറ്റീരിയൽ ഇസ് എ മാറ്റർ ആണ് ഡയലക്റ്റ് ചെയ്യുന്നത്. മാറ്റർ ആണ് തീസിസ് ആയിട്ടും ആന്റി തീസിസ് ആയിട്ടും ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം മനസ്സിലായല്ലോ. ഹെഗലിൽ നിന്ന് ഡയലറ്റിക്കൽ പ്രോസസ്സ് എടുത്തു. ഹെഗലിൽ നിന്ന് ഡയലറ്റിക്കൽ പ്രോസസ്സിന് ഹെഗൽ പറയുന്ന ഐഡിയ തീസിസ് ആയിട്ടും ആന്റി തീസിസ് ആയിട്ടും സിന്തസിസുമായിട്ട് ഇവോൾവ് ചെയ്യുന്നു. ഓക്കെ. പക്ഷെ മാർക്സിസം ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഐഡിയ അല്ല മാർക്സിസത്തിൽ ഇവോൾവ് ചെയ്യുന്നത്, മെറ്റീരിയൽ കണ്ടീഷൻസ് ആണ്. അപ്പം മെറ്റീരിയൽ കണ്ടീഷൻസ് എന്ന് തീസിസ് ആയിട്ടും ആന്റി തീസിസ് ആയിട്ടും സിന്തസിസ് ആയിട്ട് ഇവോൾവ് ചെയ്യുന്നു എന്ന് കാർൽ മാർക്സ് പറയുന്നു. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? പർട്ടിക്കുലർലി ഈ ഇതിനകത്ത് ആർഗ്യൂയിങ് ദാറ്റ് സോഷ്യൽ ചേഞ്ചസ് ഒക്കേഴ്സ് ദോ കോൺഫ്ലിക്റ്റ് ഓഫ് ദിസ് കണ്ടീഷൻ. മാർക്സിസം പറയുന്നത് സോഷ്യൽ കണ്ടീഷൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകളിലൂടെ, അതായത് തീസിസ് പർട്ടിക്കുലർലി ക്ലാസ് സ്ട്രഗിളിലൂടെ ഇവോൾവ്
ഇവോൾവ് ചെയ്തു വരുന്നു. ഈ പ്രോസസ്സ് ഡിറൈവ്സ് ഹിസ്റ്റോറിക്കൽ പ്രോസസ്സാണ്. ഇത് എമർജ് ചെയ്ത് വരുന്നത് എങ്ങനെയാണ്? റെവല്യൂഷനിലൂടെയാണ് എമർജ് ചെയ്ത് വരുന്നത്. റെവല്യൂഷനിലൂടെ ഈ പ്രോസസ്സ് ഇവോൾവ് ചെയ്ത് ഒരു ന്യൂ ലീഡിങ് എക്കണോമിക്കൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അതെന്താണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്? അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും? ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിനകത്ത് ആദ്യമേ മെറ്റീരിയലിസം ഉണ്ടായിരിക്കും. മെറ്റീരിയൽ കണ്ടീഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കും, ഐഡിയക്കല്ല. മാറ്ററാണ് ഇവോൾവ് ചെയ്യുന്നത്. മാറ്റർ തീസിസ് എന്നും ആന്റി തീസിസ് എന്നും സിന്തസിസ് എന്ന് പറഞ്ഞ് ഇവോൾവ് ചെയ്യും. ആ തീസിസ് എന്ന് വെച്ചാൽ എന്താണ്? ആൻ ഇനിഷ്യൽ കോൺസെപ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ് അഫേഴ്സ്. ആന്റി തീസിസ് എന്താണ്? റിയാക്ഷൻ ഓർ കോൺട്രഡിക്ഷൻ ഓഫ് ദ തീസിസ്. ഈ തീസിസിന്റെ റിയാക്ഷനും കോൺട്രഡിക്ഷനുമാണ്. മൂന്നാമത്തേത് സിന്തസിസ്, ടു റീകൺസീൽ ദ കോൺട്രഡിക്ഷൻ ബിറ്റ്വീൻ തീസിസ് ആൻഡ് ആന്റി തീസിസ്. തീസിസിനെയും ആന്റി തീസിസിനെയും കൂടെ എന്ത് ചെയ്യുന്നു? റീകൺസീൽ ചെയ്ത് പുതിയൊരെണ്ണം ഉണ്ടാകുന്നു. മാറ്ററാണ് ഇങ്ങനെ ആവുന്നത്. അടുത്ത ഡയലറ്റിക്സ്. ഡയലറ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും സോഷ്യൽ ചേഞ്ചസ് ഡയലറ്റിക്കൽ മെത്തേഡിലൂടെ, കോൺട്രഡിക്ടറി മെത്തേഡിലൂടെ, തീസിസ് ആന്റി തീസിസ് സിന്തസിസ്, ആ ഒരു കോൺട്രഡിക്ടറി മെത്തേഡിലൂടെ ഇവോൾവ് ചെയ്ത് വരുന്നു. മൂന്നാമത്തെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്. മാർസ് ബിലീവ്ഡ് ഹിസ്റ്ററി പ്രോഗ്രസ് ത്രോ ഡിഫറെന്റ് ക്ലാസ് സ്ട്രഗിൾ. മാർസ് പറയുന്നത് എന്താണ്? ഹിസ്റ്ററി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നത്? വിവിധ തരത്തിലുള്ള ക്ലാസ് സ്ട്രഗിളിലൂടെ. സച്ചാസ് എങ്ങനെയുള്ള ക്ലാസ് സ്ട്രഗിളിലൂടെ? ഫ്യൂഡലിസത്തിൽ നിന്ന് ക്യാപിറ്റലിസത്തിലേക്ക് വന്നു. അതാണ് ക്ലാസ് സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ. ഫ്യൂഡലിസം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ആദ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അത് പിന്നെ മുതലാളിത്ത വ്യവസ്ഥയിലേക്ക് പോയി, ക്യാപിറ്റലിസത്തിലേക്ക് വന്നു. പ്രഭുക്കന്മാരുടെ കാലഘട്ടത്തിൽ നിന്ന് കാര്യങ്ങൾ ക്യാപിറ്റലിസ്റ്റുകളിലേക്ക് പോയി. അങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റിലൂടെയാണ് ഹിസ്റ്ററി ഡെവലപ്പ് ചെയ്തു വന്നത്. അപ്പോഴെല്ലാം ക്ലാസ് സ്ട്രഗിൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അടുത്ത റെവല്യൂഷൻ ടു ചേഞ്ച്. ഈ മാർസിന്റെ അഭിപ്രായത്തിൽ റെവല്യൂഷൻ ആർ ഇന്നെവിറ്റബിൾ ആണ്, ഔട്ട്കം ഓഫ് കോൺട്രഡിക്ഷൻ. ഈ കോൺട്രഡിക്ഷൻസിൽ നിന്ന് ഒരു ഉണർവ് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു രക്ഷ കിട്ടണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? റെവല്യൂഷൻ നിർബന്ധമായിട്ട് ഉണ്ടാക്കണം. റെവല്യൂഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓവർ ത്രോ ഓഫ് എക്സിസ്റ്റിംഗ് ക്ലാസ് സ്ട്രക്ചർ ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ എക്കണോമിക്കൽ സിസ്റ്റം. പുതിയ ഒരു എക്സിസ്റ്റിംഗ് ക്ലാസ് സ്ട്രക്ചറിനെ, നിലനിൽക്കുന്ന ക്ലാസ് സ്ട്രക്ചറെ അട്ടിമറിച്ചിട്ട് പുതിയ ഒരു ന്യൂ എക്കണോമിക്കൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്തു വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് വെച്ചാൽ. ഷോർട്ട് ക്വസ്റ്റ്യൻ വന്നാലും ആദ്യം ഹെഗലിൽ നിന്നാണ് ഈ ഐഡിയ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. ഹെഗൽ ഐഡിയ ആണ് ഇവോൾവ് ചെയ്യുന്നതെങ്കിൽ മാർസിൽ മാറ്ററാണ് ഇവോൾവ് ചെയ്യുന്നത്. 3 കോൺട്രഡിക്ടറി മെത്തേഡിലൂടെയാണ് ഇവോൾവ് ചെയ്തു വരുന്നത്. തീസിസ്, ആന്റി തീസിസ്, സിന്തസിസ്. ഇനി അടുത്ത് നോക്കൂ. അടുത്തത് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് വെച്ചാൽ എന്താണ്? ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം ഈസ് ഓൾസോ ഡെവലപ്ഡ് ദ തിയറി ഓഫ് കാർൽ മാർക്സ്. എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി ത്രോ ലെൻസ് ഓഫ് എക്കണോമിക്കൽ ആൻഡ് മെറ്റീരിയൽ കണ്ടീഷൻ. പറയുന്നത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറഞ്ഞ തിയറി എന്താണ്? ദ ഹ്യൂമൻ സൊസൈറ്റി ഡെവലപ്പ് ചെയ്യുന്നത് എന്തിന്റെ ലെൻസ് അനുസരിച്ചാണ്, അല്ലെങ്കിൽ എന്തിന്റെ വീക്ഷണത്തിലാണ്? ഇക്കണോമിക്കലും മെറ്റീരിയൽ കണ്ടീഷൻസിന്റെയും വീക്ഷണത്തിലാണ് ഹിസ്റ്റോറിക്കൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് നടക്കുന്നത്. സൊസൈറ്റിയിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് നടക്കുന്നത് എക്കണോമിക് ആൻഡ് മെറ്റീരിയൽ കണ്ടീഷന്റെ അടിസ്ഥാനത്തിലാണ്. എക്കണോമിക്കൽ ബേസിസിൽ സൊസൈറ്റി കംപ്രൈസ് ഫോർ എ ഫോഴ്സസ് ആൻഡ് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ. എക്കണോമിക്കൽ സൊസൈറ്റി എന്താ ചെയ്യുന്നത്? എക്കണോമിക്കൽ ബേസിസിൽ സൊസൈറ്റി എന്താ ചെയ്യുന്നത്? ഒരു ഫോഴ്സസ് ഉണ്ടായിരിക്കും, ഫോഴ്സസും റിലേഷനും ഉണ്ടായിരിക്കും. പ്രൊഡക്ഷൻ്റെയും അതുപോലെ തന്നെ അത് ചെയ്യുന്ന ഫോഴ്സസിൻ്റെ ഒരു റിലേഷൻസ് ഉണ്ടായിരിക്കും. അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് ഐഡിയോളജിക്കൽ സ്ട്രക്ചറാണ്. അതായത് ഉദാഹരണത്തിന് ഇത്രയേ ഉള്ളൂ. ഒരു ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആരാണോ അതിന് ഫോഴ്സ് ചെയ്യുന്ന ആള്, മുതലാളി അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥനായിട്ടുള്ള ആൾ, അയാൾ തന്നെയാണ്. അയാൾ ഡിറ്റർമൈൻ ചെയ്യും സോഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഐഡിയോളജിക്കൽ സ്ട്രക്ചർ അയാൾ ഡിറ്റർമൈൻ ചെയ്യും. ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലും പോസ്റ്റ് ദാറ്റ് സൊസൈറ്റി ചേഞ്ച് ഒക്കർ ത്രൂ ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സോഷ്യൽ ക്ലാസസ്. ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം പറയുന്നത് സൊസൈറ്റിയിലെ ഈ ഡിഫറെൻറ്റ് കോൺഫ്ലിക്റ്റ് കാരണമാണ് എന്ത് ചെയ്യുന്നത്? ചേഞ്ചസ് ഇൻ എക്കണോമിക് ബേസിൽ ചേഞ്ചസ് വരും. അതുപോലെ തന്നെ ലീഡിങ് എ പ്രോഗ്രസീവ് തോട്ട് ഓഫ് ഡിസ്റ്റന്റ് ഹിസ്റ്റോറിക്കൽ സ്റ്റേജസ്. ഒരു ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ സ്റ്റേജസിൽ നിന്ന് ഒരു പുതിയ സ്റ്റേജസിലേക്ക് കടന്നു വരും. അതെങ്ങനെ? ഉദാഹരണത്തിന് എങ്ങനെ വന്നിരുന്നത് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം? പ്രിമിറ്റീവ് കമ്മ്യൂണിസം ആയിരുന്നു ആദ്യം നിലവിലുള്ളത്. അതായത് ആദ്യം പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് പറയുന്നത് ക്ലാസ്ലെസ്, സ്റ്റേറ്റ്ലെസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഫ്രീ സൊസൈറ്റി. അതായിരിക്കണം പ്രിമിറ്റീവ് കമ്മ്യൂണിസം. ആദ്യത്തെ കമ്മ്യൂണിസം അതായിരിക്കണം. ഒരു സൊസൈറ്റി, ക്ലാസ്ലെസ് സൊസൈറ്റി പാടില്ല, സ്റ്റേറ്റ് ഇല്ല, ക്ലാസ് ഇല്ല, അതുപോലെ തന്നെ തൊഴിലാളികളെ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യുന്നുമില്ല. രണ്ടാമത്തത് സേവ് സൊസൈറ്റി. സ്ലേവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലീഡ് ടു ദ എക്സ്പ്ലോയിറ്റേഷൻ. സാധാരണ ഇവർ പറയുന്നത് എന്താണ്? ഇതിൻ്റെ പ്രധാനപ്പെട്ട ആ ഒരു ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസത്തിൻ്റെ ആ ഒരു എസൻസ് എന്താണ്? ആദ്യമേ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്ലാസ്ലെസ് സൊസൈറ്റിയാണ്, സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയാണ്. അവിടെ എന്ത് പാടില്ല? എക്സ്പ്ലോയിറ്റേഷൻ പാടില്ല. അപ്പോൾ രണ്ടാമത്തെ എന്താണ്? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്.
അതുപോലെ സ്ലേവ് ഓണേഴ്സ്, അപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഓഫ് സ്ലേവ് ഓണേഴ്സ് ലീഡ് ടു എക്സ്പ്ലോയിറ്റേഷൻസ് ആൻഡ് ക്ലാസ് ഡിവിഷൻസ്. അതായത് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓഫ് സ്ലേവ് ഓണേഴ്സ് ലീഡ് ടു, അതായത് സ്ലേവുകളുടെ ഓണറിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്തിലേക്ക് നയിക്കുന്നു? എക്സ്പ്ലോയിറ്റേഷനിലേക്ക് നയിക്കുന്നു. രണ്ടാമത്തെ ഒരു ഫ്യൂഡലിസം ആണ് അവിടെ വരുന്നത്, ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ അവിടെ വരുന്നു. അവിടെ ഒരു ഫ്യൂഡൽ പ്രഭു അവിടെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഫ്യൂഡലിസം കഴിഞ്ഞിട്ട് ക്യാപിറ്റലിസം വരുന്നു. പ്രൈവറ്റ് ഓണർ ടു ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, പ്രൈവറ്റ് ഓണർ പ്രൊഡക്ഷൻ്റെ നേതൃത്വം ഏറ്റെടുക്കും. നേരത്തെ അതാണ് ഈ ഇതിനകത്ത് പറയുന്നത്. ആരാണോ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്, ആരാണോ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നത്, ആരാണോ അതിനു വേണ്ടിയുള്ള ഫോഴ്സ് ഉപയോഗിക്കുന്നത്, അവൻ അവിടുത്തെ സൊസൈറ്റിയിലുള്ള കാര്യങ്ങളും പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളും എക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങളും ആ സ്ട്രക്ചർ അവൻ ഡീൽ ചെയ്യും. പൈസ ഉള്ളവൻ കാര്യക്കാരൻ, അതാണ് അവിടുത്തെ ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ആ തിയറി കഴിഞ്ഞു. അപ്പം ഇനി തിയറി ഓഫ് സർപ്ലസ്, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം മനസ്സിലായല്ലോ. ചരിത്രം ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള സ്ട്രഗിളുകളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. സ്ട്രഗിളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്ട്രഗിളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എങ്ങനെയുള്ള സ്ട്രഗിളുകളിലൂടെയാണ് ഉണ്ടായിട്ടുള്ളത്? ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രഗിളുകളിലൂടെ, അതായത് സോഷ്യൽ സ്ട്രഗിളുകളിലൂടെ. പിന്നെ പ്രൊഡക്ഷൻ ചെയ്യുന്ന ആള്, അതിനെ ഫോഴ്സ് ചെയ്യുന്ന ആള്, അവനാണ് എന്ത് നിയന്ത്രിക്കുന്നത്? സോഷ്യൽ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ നിയന്ത്രിക്കുന്നത് അവനാണ്. അതാണ് ഇതിനകത്ത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കണ്ടന്റ് എന്താണെന്ന് ആ ഒരു ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഇങ്ങനെ ആയിരിക്കണം വരേണ്ടത്, രണ്ടാമത് ഇങ്ങനെ ആയിരിക്കും വരേണ്ടത്. അവിടെ തിയറി ഓഫ് സർപ്ലസ് വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? മാർക്സിസ്റ്റ് തിയറി ഓഫ് സർപ്ലസ് വാല്യൂ എക്സ്പ്ലൈനിങ് ഹൗ എക്സ്പ്ലോയിറ്റേഷൻ ഓക്കർ ഇൻ ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തിലെ എങ്ങനെയാണ് എക്സ്പ്ലോയിറ്റേഷൻ വരുന്നതെന്ന് പറയുന്നതാണ് മാർക്സിന്റെ സർപ്ലസ് തിയറി. ഇതിനകത്ത് മാർക്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ക്ലാസിക്കൽ എക്കണോമിക്കൽ അഡോപ്റ്റഡ് ലേബർ തിയറി വിച്ച് പോസ്റ്റ് ദ വാല്യൂ ഓഫ് കമ്മോഡിറ്റീസ് ബേസ്ഡ് ഓൺ ലേബർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ്. അതായത് ഇതിനകത്ത് പ്രധാനമായിട്ട് ഇതിനകത്ത് ഇദ്ദേഹം ആദ്യമായിട്ട് ഇതിനകത്ത് ഇൻഫ്ലുവൻസ് ബൈ ക്ലാസിക്കൽ എക്കണോമിക്കൽ കമ്മ്യൂണിസ്റ്റ്, അതായത് പണ്ടത്തെ എക്കണോമിസ്റ്റുകളുടെ ആ ഒരു തിയറി ഉണ്ട്. ആ തിയറി ജസ്റ്റ് ഒന്ന് അഡോപ്റ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ആ തിയറി പ്രകാരം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? അതായത് ഈ വിച്ച് പോസ്റ്റ് ദാറ്റ് വാല്യൂ ഓഫ് എ കമ്മോഡിറ്റി ബേസ്ഡ് ഓൺ ദ ലേബർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ്. അതായത് എപ്പോഴും ഒരു സാധനത്തിന്റെ വാല്യൂ നിശ്ചയിക്കുന്നത് അത് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളെ അടിസ്ഥാനത്തിലാണ്. ഒരു സാധനത്തിന്റെ മറ്റേതുമായിട്ട് തുടർച്ചയാണ്. ഒരു സാധനത്തിന്റെ, ഒരു കമ്മോഡിറ്റിയുടെ വാല്യൂ നിശ്ചയിക്കുന്നത് അത് ഉണ്ടാക്കുവാൻ എടുത്ത മൂലധനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു സാധനത്തിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നത് അത് ഉണ്ടാക്കാൻ എടുക്കുന്ന മൂലധനത്തിൻ്റെ ബേസിലാണ്. അത് ഉണ്ടാക്കുന്നതിൻ്റെ മൂലധനത്തിൻ്റെ ബേസിൽ മാത്രമാണ് ഉണ്ടാക്കുന്നത്. ലേബർ ബീങ് എ കമ്മോഡിറ്റി ദാറ്റ് ക്യാൻ ബി ബ്രോട്ട് സോൾഡ് ദ യൂണിറ്റ് ബിക്കോസ് ഇറ്റ് ക്രിയേറ്റ് മോർ വാല്യൂ കോസ്റ്റ് ടു മെയിൻറ്റെയിൻ. അതായത് കാരണം എന്താണ്? ബീങ് ഇപ്പം അത് ലേബർ, അങ്ങനെ ആ ഒരു സംഭവം ഒരു കമ്മോഡിറ്റി ആയിട്ട് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? വിൽക്കുന്ന സമയത്ത് ഈ ലേബറിന് കൊടുക്കുന്ന കൂലിക്ക് കാട്ടിയും കൂടുതൽ കൂലി കിട്ടുകയാണ് ചെയ്യുന്നത്. ലേബറിന് കൊടുക്കുന്ന ആ ഒരു കൊമോഡിറ്റിയെ കാട്ടിയും കൂടുതൽ പൈസ മുടക്കുന്നവന് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നവന് കിട്ടുകയാണ് ചെയ്യുന്നത്. ദിസ് ലീഡ് ടു എക്സ്പ്ലോയിറ്റേഷൻ. ഉണ്ടാക്കുന്നവന് തൊഴിലാളിക്ക് കൊടുക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ പൈസ കിട്ടുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഒരു പ്രൊഡക്ഷൻസ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് കമ്മോഡിറ്റിക്ക് പൈസ മുടക്കുന്നവൻ അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നവന് അത് ചെയ്യുന്ന തൊഴിലാളിയെക്കാട്ടിയും കൂടുതൽ പൈസ കിട്ടുവാണ്. അപ്പോൾ അവിടെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ വരുവാണ്. വർക്കേഴ്സ് ആർ പെയ്ഡ് ലെസ് ദാൻ ദ വാല്യൂ ദേ ജനറേറ്റ്. ആ വർക്കേഴ്സ് ചെയ്യുന്നത് എന്താണ്? അവരുണ്ടാക്കുന്ന പൈസയെക്കാട്ടിയും വളരെ കുറഞ്ഞ പൈസയാണ് അവരെന്ത് ചെയ്യുന്നത്? അവർക്ക് കിട്ടുന്നത്. അവരുണ്ടാക്കുന്നതിനെക്കാട്ടിയും വളരെ കുറഞ്ഞ പൈസ എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് തിയറി പ്രകാരം ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂ എ വർക്കർ ക്രിയേറ്റ് വേജ് ഓഫ് റിസീവർ. അതായത് ഒരു തൊഴിലാളി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ, അതായത് ഒരു ധനം ഉണ്ടല്ലോ, ആ ധനത്തെക്കാട്ടിയും വളരെ കുറച്ച പൈസയാണ് തൊഴിലാളിക്ക് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് എ വർക്കർ ക്രിയേറ്റ് 25,000 25,000 രൂപയാണ് ഒരു ജോലിക്കാരൻ ഉണ്ടാക്കുന്നതെങ്കിൽ അവൻ്റെ വാല്യൂ, വർത്ത് ഓഫ് വാല്യൂ ബട്ട് ഇറ്റ് ഈസ് പെയ്ഡ് ഓർ 50,000 റുപ്പീസ്. എന്താ ചെയ്യുന്നത്? അപ്പോൾ 25,000 രൂപയുടെ വാല്യൂ ഉള്ള ഒരു ജോലിയാണ് അവൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ 25,000 രൂപ ഉണ്ടാക്കുന്ന ഒരു ജോലിയാണ് അവൻ ചെയ്യുന്നതെങ്കിൽ അവന് 15,000 രൂപയാണ് ശമ്പളമാക്കി കിട്ടുന്നത്. ബാക്കി 10,000 രൂപ ഉണ്ടല്ലോ, അത് ആരുടെ പ്രോഫിറ്റ് ആയിട്ട് പോകും? ക്യാപിറ്റലിസ്റ്റിൻ്റെ പ്രോഫിറ്റ് ആയിട്ട് പോകും. അതായത് പണം മുടക്കുന്നതിൻ്റെ പ്രോഫിറ്റിലായിട്ട് പോകും. അപ്പോൾ അതിനെയാണ് മൂലധനം അല്ലെങ്കിൽ മൂലധനം സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത്. സർപ്ലസ് വാല്യൂ ആണ് എന്ത് ചെയ്യുന്നത്? എക്സ്പ്ലോയിറ്റേഷൻ സംഭവിക്കുന്നത്. ഷുഡ് ബി അബോളിഷ്ഡ്, അത് അബോളിഷ് ചെയ്യണം. While classical economics define that capitalism is accumulation and growth.
അവർ പറയുന്നത് ക്യാപിറ്റലിസ്റ്റുകാർ പറയുന്നത്, അതായത് ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകാർ പറയുന്നത് ഇങ്ങനെ ക്യാപിറ്റലിസ്റ്റ് ഉണ്ടെങ്കിൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്നാണ്. മാർക്സിസം ലീഡ് ഫോളിംഗ് വേജസ്. മാർക്സിസം ഒരു ഫോളിംഗ് ആയിട്ടുള്ള വേജസ്, അതായത് എല്ലാവർക്കും ഓഫൺ റീച്ചിങ് സബ്സ്റ്റാൻറ്റീവ് ലെവലിലുള്ള ഒരു വേജസ് കൊടുക്കണമെന്നാണ് മാർക്സിസം പറയുന്നത്. ദ മിനിമം എമൗണ്ട് നീഡ് ഫോർ സർവൈവൽ, അവന് നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള മിനിമം എമൗണ്ട് അവന് കൊടുക്കണം. ഇൻ ക്യാപിറ്റലിസം ഇൻസ്റ്റൻസ് കോമ്പറ്റീഷൻ വേജ് ഡൗൺ ഇൻ ദ സബ്സ്റ്റാൻറ്റീവ് ലെവലിൽ തന്നെ. അത് ക്യാപിറ്റലിസം വരുമ്പോഴത്തേക്ക് സബ്സ്റ്റാൻറ്റീവ് ലെവലിൽ നിന്നും ഒരു മിനിമം ലെവലിൽ നിന്നും വളരെ താഴോട്ട് അവന് കൂലി കൊടുക്കും. ദ മിനിമം നീഡ് വർക്ക് ഫോർ സാർ, അവന് നിർബന്ധമായിട്ടും അവന് നിലനിൽക്കുവാൻ ആവശ്യമായിട്ടുള്ള പൈസ അവന് കിട്ടണം, അല്ലെങ്കിൽ ശമ്പളം അവന് കിട്ടണം. ഹൈലൈറ്റ് ദ ക്ലാസ് സ്ട്രഗിൾ ലീഡ് ടു ഇവഞ്ച്വലി ഇൻ ടു ദ റിവല്യൂഷൻ. പക്ഷേ ഇത് സംഭവിച്ചില്ല എങ്കിൽ ഒരു വേഴ്സിങ് കണ്ടീഷൻസ് ഉണ്ടാവും. പ്രോളിറ്റേറിയൻസ് മുന്നോട്ട് വന്നിട്ട് ഒരു ക്ലാസ് സ്ട്രഗിൾ നടത്തും. റെവല്യൂഷനിലൂടെ ക്ലാസ് സ്ട്രഗിൾ നടത്തിയിട്ട് അവർ മുന്നോട്ട് വരും. നോക്കൂ, ഈ ഒരു എക്സാമ്പിൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവർ 25,000 രൂപയുടെ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വർക്കർ, അവന് ശമ്പളമായിട്ട് കിട്ടുന്നത് 15,000 രൂപയാണ്. അപ്പോൾ ബാക്കി സർപ്ലസ് വാല്യൂ എന്ന് വെച്ചാൽ 10,000 രൂപ. ഈ 10,000 രൂപ ആരുടെ പോക്കറ്റിലേക്കാണ് പോകുന്നത്? ക്യാപിറ്റലിസ്റ്റിൻ്റെ പോക്കറ്റിലേക്കാണ് പോകുന്നത്. അപ്പം ഈ ഒരു എമൗണ്ട് കൊണ്ടാണ് ഈ ഒരു എമൗണ്ടാണ് സർപ്ലസ് വാല്യൂ ആയിട്ട് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് അവന് ഉതകുന്ന തരത്തിലുള്ള അവൻ ഉണ്ടാക്കുന്നതിന് ബേസായിട്ട് അവന് എന്ത് കിട്ടണം? ശമ്പളം കിട്ടണം, അല്ലെങ്കിൽ അവൻ്റെ മൂലധനം ലഭിക്കണമെന്നാണ് പറയുന്നത്. അല്ല എങ്കിൽ അവർ എന്ത് ചെയ്യുന്നു? അവർക്കൊരു ക്ലാസ് സ്ട്രഗിൾ, റെവല്യൂഷനിലൂടെ ഒരു ക്ലാസ് സ്ട്രഗിൾ ഉണ്ടായിട്ട് അവർ മുന്നോട്ട് വരുമെന്നാണ് മാർക്സ് പറയുന്നത്. ഇനി ക്ലാസ് സ്ട്രഗിൾ എന്ന് വെച്ചാൽ എന്താണ്? ക്ലാസ് സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു മാർക്സിസ്റ്റ് തിയറി സൊസൈറ്റി ഡിഫൈൻഡ് ക്ലാസ് സ്ട്രഗിൾ. മാർക്സിസ്റ്റ് തിയറിയുടെ ഹിസ്റ്ററി ഓഫ് സൊസൈറ്റിയിലാണ്, മറന്നു വരുന്നത്, ഹിസ്റ്ററി ഓഫ് സൊസൈറ്റിയിലാണ് നമ്മൾ ക്ലാസ് സ്ട്രഗിളിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്. എക്സ്പെക്ട് ഫോർ ദ പ്രിമിറ്റീവ് കമ്മ്യൂണിസ്റ്റ് സ്റ്റേജസ് ഈച്ച് ഹിസ്റ്റോറിക്കൽ എറ ഫ്യൂച്ചർ ബിറ്റ്വീൻ ഡോമിനന്റ് ആൻഡ് ഡിപ്പെൻഡന്റ് ക്ലാസസ്. അതായത് പ്രിമിറ്റീവ് ക്ലാസിക്കൽ സ്റ്റേജ് ഒഴിച്ച് പ്രിമിറ്റീവ് കമ്മ്യൂണിസ്റ്റ് സ്റ്റേജ് ഒഴിച്ച് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ക്ലാസിക്കൽ സൊസൈറ്റി ആയിരുന്നു. അതൊഴിച്ച് ചരിത്രം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചരിത്രം മുഴുവനും എപ്പോഴും സംഘർഷങ്ങളായിരുന്നു. ആരുമായിട്ടുള്ള സംഘർഷങ്ങളായിരുന്നു? ഡൊമിനൻ്റ് ആയിട്ട് ഡിപ്പെൻഡൻറ്റ് ക്ലാസ്, ഉയർന്നു നിൽക്കുന്നവരും അവരെ ആശ്രയിച്ചിരിക്കുന്ന ആൾക്കാരുമായിട്ട് സംഘർഷം. ഓർ പ്രോപ്പർട്ടി ഓർ വേഴ്സ് ഡസ് നോട്ട്, പ്രോപ്പർട്ടി ഉള്ളവർ പ്രോപ്പർട്ടി ഇല്ലാത്തവരും തമ്മിലുള്ളത്. ഈ സ്ട്രഗിൾ എറൈസ് ചെയ്ത് വന്നപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻസ് വന്നു. പ്രോപ്പർട്ടി ഓണേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് പ്രോപ്പർട്ടി ഇല്ലാത്തവർക്കെതിരായിട്ട് എക്സ്പ്ലോയിറ്റേഷൻസ് വന്നു. അതുപോലെ 2 മെയിൻ ക്ലാസസ് ഈസ് കണ്ടന്റഡ്. അപ്പോൾ എപ്പോൾ നോക്കിയാലും 2 പ്രധാനപ്പെട്ട ക്ലാസസ് ഉണ്ടായിരുന്നു ഹിസ്റ്ററിയിൽ, സ്ലേവറി. അപ്പോൾ അങ്ങനെയാണ് സ്ലേവറി ഡെവലപ്പ് ചെയ്ത് വരുന്നത്. 2 പ്രധാനപ്പെട്ട സ്റ്റേജസ്. അതായത് ഇപ്പോൾ ഫ്യൂഡലിസം വന്നപ്പോൾ മാസ്റ്റർ സ്ലേവ് വന്നു ഫ്യൂഡലിസത്തിനകത്ത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ക്യാപിറ്റലിസം വന്നപ്പോഴത്തേക്ക് ആര് വന്നു? ബ്യൂറോക്രസിയും അതുപോലെ പ്രോളിറ്റേറിയൻസും വന്നു. ചരിത്രത്തിൽ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ ഈ 2 രീതിയിലുള്ള ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇൻ ഈച്ച് ഹിസ്റ്ററിക്കൽ എറ ദ ഓണേഴ്സ് ആർ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻസ്. എല്ലാ ചരിത്രത്തിൻ്റെ എല്ലാ താളുകൾ എടുത്താലും എപ്പോഴും ഓണേഴ്സ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ചെയ്യുന്ന ആൾക്കാരാണ്, പ്രൊഡ്യൂസേഴ്സാണ്, അവർ പൈസ ചെലവുന്ന ആൾക്കാരാണ്. അതാരാണ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ അവർ മാസ്റ്റേഴ്സ് ആവാം, ഫ്യൂഡർ ലോഡ്സ് ആവാം, ബ്യൂറോക്രസീസ് ആവാം. പിന്നെ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആൾക്കാരാരാണ്? ആരാണ് യഥാർത്ഥത്തിൽ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ? പ്രൊഡക്ഷൻ അല്ല, പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ, ഉണ്ടാക്കുന്ന ആൾ ആരാണ്? അതായത് സാധാരണ സ്ലേവ്സ്, പെസന്റ് ആൻഡ് പ്രോളിറ്റേറിയൻസ്. ഈ ഒരു 2 വർഗ്ഗങ്ങൾ തമ്മിൽ ഡിഫറെൻറ്റ് കാലഘട്ടങ്ങളിൽ വേറെ പേരിട്ട് വിളിക്കുമെങ്കിലും എപ്പോഴും കോൺഫ്ലിക്റ്റ് ആയിരുന്നു. The exploited received only even though survive while their existent benefit exploiters. Exploiter എപ്പോഴും റിസീവ് ചെയ്യുന്നത്, അവൻ എപ്പോഴും സർവൈവ് ചെയ്യുന്നത് എന്താണ്? അവർക്ക് എക്സസ് ലേബർ ബെനിഫിറ്റ് കൊടുക്കണം. അവൻ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യുന്നെങ്കിൽ അതിനുള്ള എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യുന്നതിനെതിരായിട്ട് അവന് ലേബർ കൊടുക്കണം, പൈസ കൊടുക്കണം, ലേബറിന് ബെനിഫിറ്റ് കൊടുക്കണം. എക്സ്പ്ലോയിറ്റേഷനാണ്, ചൂഷണമാണ് ഈ ക്ലാസ് സ്ട്രഗിളിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. വർഗ്ഗ സമൂഹ സമരത്തിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് എക്സ്പ്ലോയിറ്റേഷനാണ്. The interest of the contending classes are irreconcilable and their conflict can only resolved by eliminating exploiting classes. Conflict ഏതുവഴി മാത്രമേ, അതായത് ക്ലാസ് സ്ട്രഗിൾ മാത്രമേ ഈ സൊസൈറ്റിയിലെ വർഗ വ്യത്യാസത്തെ, അതായത് എങ്ങനെയുള്ള വർഗ വ്യത്യാസത്തെ, മാസ്റ്റേഴ്സ്, ഫ്യൂഡർ, ലോഡ്, ബ്യൂറോക്രസീസ് അവരെ ആരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു? സ്ലേവ്സിനെയും പെസന്റിനെയും പ്രോളിറ്റേറിയൻസിനെയും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന അവസ്ഥ മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ എക്സ്പ്ലോയിറ്റേഷൻ എലിമിനേറ്റ് ചെയ്ത് കളയണം. എക്സ്പ്ലോയിറ്റേഷൻ എലിമിനേറ്റ് ചെയ്ത് കളയുന്നത് റെവല്യൂഷനിലൂടെയാണ് മാർക്സ് പറയുന്നത്. അപ്പോൾ നോക്കണം, ഈ പണ്ട് നിലനിൽക്കുന്ന എന്തായിരുന്നു? സ്ലേവറിയും ഫ്യൂഡലിസവും ക്യാപിറ്റലിസവും. സ്ലേവറിയിൽ മാസ്റ്ററാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് സ്ലേവിനെ. അപ്പോൾ അത് കഴിഞ്ഞ് ഫ്യൂഡലിസം വന്നു.
ഫ്യൂഡലിസം വന്നപ്പോൾ ഫ്യൂഡൽ ലോഡ്സ് എക്സ്പ്ലോയിറ്റ് പെസന്റ്, ഫ്യൂഡൽ പ്രഭുക്കന്മാർ ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്ത്, വർക്കേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് തുടങ്ങി. ക്യാപിറ്റലിസം വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ബ്യൂറോക്രസി എക്സ്പ്ലോയിറ്റ് ചെയ്ത പ്രോളിറ്റേറിയൻസ്, ബ്യൂറോക്രസി പ്രോളിറ്റേറിയൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തു. അപ്പോൾ ക്ലാസ് സ്ട്രഗിൾ കഴിഞ്ഞു. അടുത്തത് റെവല്യൂഷൻസ് ആൻഡ് ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രോളിറ്റേറിയൻസ്. പറഞ്ഞല്ലോ എങ്ങനെയാണ് ക്ലാസ് സ്ട്രഗിൾ എപ്പോഴും ലീഡ് ചെയ്യുന്ന ഒരു റെവല്യൂഷൻസിലാണ്. വർഗസമരം എപ്പോഴും ഒരു വിപ്ലവത്തിലേക്ക് നയിക്കുന്നു. വൈ ക്ലാസ് സ്ട്രഗിൾ ഈസ് ഗ്രാജുവലി ഓഫൺ ഹിഡൻ റെവല്യൂഷൻ ഈസ് വിസിബിൾ ആൻഡ് സഡൻ ആൻഡ് ക്ലാസ് സ്ട്രഗിൾ സ്റ്റേജസ് ഓഫ് വയലന്റ് റെവല്യൂഷൻ. എപ്പോഴും ഈ ക്ലാസ് സ്ട്രഗിൾ എപ്പോഴും ഒരു ഹിഡൻ ആയിട്ട് ഇങ്ങനെ ഹിഡൻ അജണ്ടയായിട്ട് നിൽക്കും. എപ്പോഴാണോ അത് പെട്ടെന്ന് അത് വിസിബിൾ ആവും, പെട്ടെന്ന് സഡൻ ആവും. ഈ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്ന സമയത്തെല്ലാം അത് ഹിഡൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അത് ഹിഡൻ ആയിട്ടിരുന്നിട്ട് അത് പെട്ടെന്ന് തന്നെ എന്തായിത്തീരും? സഡൻ ആയിട്ട് അത് വിസിബിൾ ആയിത്തീരും. അത് അപ്പം എന്താ ചെയ്യുന്നത്? ഒരു സ്വീറ്റ് ആൻഡ് വയലന്റ് റെവല്യൂഷൻസ് അവിടെ വരും. സ്വീറ്റ് ആൻഡ് വയലന്റ് റെവല്യൂഷൻസ് അതിനകത്ത് ആ സ്റ്റേജിൽ വരും. അക്കോർഡിംഗ് ടു മാർക്സ്, റെവല്യൂഷൻ ഈസ് ദ ഇൻഡിസ്പെൻസിബിൾ മിഡ് വൈഫ് ഓഫ് ദ സോഷ്യൽ ചേഞ്ച്. റെവല്യൂഷനാണ് സോഷ്യൽ ചേഞ്ചസിന്റെ ഒഴിവാക്കാൻ പറ്റാത്ത മിഡ് വൈഫ്. ഈച്ച് ഹിസ്റ്റോറിക്കൽ ട്രാൻസാക്ഷനിലും ഫ്യൂഡലിസം റീപ്ലേസ് ചെയ്ത് സ്ലേവറി വന്നു. ബ്യൂറോക്രസി റെവല്യൂഷൻ എൻഡ് ചെയ്തപ്പോഴത്തേക്ക് ബ്യൂറോക്രസി റെവല്യൂഷൻ എൻഡ് ചെയ്തപ്പോൾ ഫ്യൂഡലിസം വന്നു. ഫ്യൂഡലിസം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അടുത്ത സിസ്റ്റം വന്നു. ഫ്യൂഡലിസം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ക്യാപിറ്റലിസം വന്നു. അങ്ങനെ വരുമ്പോഴെല്ലാം ഒരു അവസാനം ഈ ലാസ്റ്റ് എൻഡിങ് സ്റ്റേജിൽ ക്യാപിറ്റലിസം വരുമ്പോഴാണ് റെവല്യൂഷൻസ് വരുന്നത്. അതായത് ആദ്യം സ്ലേവറി, ബ്യൂറോക്രസി, അത് ഈ ഒരു 3 സ്റ്റേജിൽ ലാസ്റ്റ് ക്യാപിറ്റലിസം സ്റ്റേജ് വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തും ഒരു റെവല്യൂഷൻസ് വരും. റെവല്യൂഷൻസ് വരുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ ക്രിയേഷൻ ഓഫ് എ സോഷ്യൽ ചേഞ്ചസ്, സൊസൈറ്റിയിൽ ഒരു ചേഞ്ചസ് വരും. എന്തിലൂടെ? റെവല്യൂഷൻ ഡ്രിവൺ ചെയ്ത് വരുമ്പോൾ, ഒരു വിപ്ലവം വരുമ്പോഴത്തേക്ക് സോഷ്യൽ ചേഞ്ചസ് വരും. where there is a conflict between the forces production and the relation productions. അതായത് അപ്പോൾ ഒരു സംഘടന ഉണ്ടാവും. അതായത് ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ഈ ഉണ്ടാക്കുന്ന ആൾക്കാർ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിലേഷൻ ഓഫ് പ്രൊഡക്ഷൻ, സോഷ്യൽ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്ട്രഗിൾ ഉണ്ടാവും. റെവല്യൂഷൻ റിസോൾവ് ദിസ് എ കോൺഫ്ലിക്റ്റ് സോഷ്യൽ സ്ട്രക്ചർ അപ്ഡേറ്റഡ് പ്രൊഡക്ഷൻ മെത്തേഡ്. അപ്പോൾ റെവല്യൂഷൻസ് എന്ത് ചെയ്യും? ഈ സോഷ്യൽ സ്ട്രക്ചർ അപ്ഡേറ്റ് ചെയ്യുന്ന പ്രൊഡക്ഷൻസ് മെത്തേഡുമായിട്ട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ, ദ ഹാൻഡ് മിൽ ലീഡ് ടു ഫ്യൂഡൽ സൊസൈറ്റി. ഒരു കൈ കൊണ്ട് പ്രവർത്തിക്കുന്ന മില്ല് ഒരു ഫ്യൂഡൽ സൊസൈറ്റിയെ ലീഡ് ചെയ്യും. അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ സ്റ്റീം മില്ല്, ഒരു വലിയൊരു ആവി യന്ത്രം അല്ലെങ്കിൽ ആവി കൊണ്ട് പൊടിക്കുന്ന യന്ത്രം എന്ന് പറയുന്നത് അത് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം ഇതെല്ലാം ഇങ്ങനെ സ്ട്രക്ചർ മാറി വരുന്നുണ്ട്. അതായത് ഈ 2 ആൾക്കാരും തമ്മിലുള്ള സ്ട്രക്ചർ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൽ നിന്ന് മാർക്സ് ബിലീവ് ദാറ്റ് പ്രോളിറ്റേറിയൻസ് റെവല്യൂഷൻസ് ഉണ്ടാക്കും. ഫൈനൽ റെവല്യൂഷൻസ് ഉണ്ടാക്കുന്നത് വർക്കിംഗ് ക്ലാസ്സസ് ആണ്, അല്ലെങ്കിൽ പ്രോളിറ്റേറിയൻസ് ആണ്. സോഷ്യൽ കോൺട്രാക്ഷൻസിനെതിരായിട്ട് അവർ റെവല്യൂഷൻസ് ഉണ്ടാകും. അതായത് നീഡഡ് ആയിട്ടുള്ള റെവല്യൂഷൻസ് എന്നാണ് പറയുന്നത്. സോഷ്യൽ റെവല്യൂഷൻ ഫോളോസ് എ ഫിക്സ്ഡ് സീക്വൻസസ്. പ്രിമിറ്റീവ് കമ്മ്യൂണിസം, അതായത് തുടർച്ചയായിട്ടാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രിമിറ്റീവ് കമ്മ്യൂണിസം, പണ്ടത്തെ കമ്മ്യൂണിസം സ്ലേവറിയിലേക്ക് ലീഡ് ചെയ്തു. സ്ലേവറി അത് ഫ്യൂഡലിസമായി, ഫ്യൂഡലിസം ക്യാപിറ്റലിസമാണ് സോഷ്യലിസമായത്. അപ്പം നോക്കൂ, ഹിസ്റ്റോറിക്കൽ സ്ട്രക്ചറാണ് പോയിരിക്കുന്നത്. എന്താണ്? ആദ്യമേ കമ്മ്യൂണിസം ലീഡ് ചെയ്യുന്നത്, പ്രിമിറ്റീവ് കമ്മ്യൂണിസം സ്ലേവറിയിലേക്ക് പോകുന്നു, സ്ലേവറി ഫ്യൂഡലിസത്തിലേക്ക് പോകുന്നു, ഫ്യൂഡലിസം ക്യാപിറ്റലിസത്തിലേക്ക് പോകുന്നു, ക്യാപിറ്റലിസം ഫൈനൽ സ്റ്റേജ് സോഷ്യലിസം ആവുന്നു. The Proletarian Revolution will establish socialism. അതാണ് പ്രോളിറ്റേറിയൻ റെവല്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സോഷ്യലിസമാണ്. ഓർ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രോളിറ്റേറിയൻ. സോഷ്യലിസത്തിന്റെ വേറൊരു പേരാണ് പ്രോളിറ്റേറിയൻസ് ഡിക്റ്റേറ്റർഷിപ്പ് ചെയ്യും, അവർ ഭരിക്കും. വേർ ദ വർക്കിംഗ് ക്ലാസ്സസ് സ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്യും. ദി സ്റ്റേറ്റ് പവർ പ്രീവിയസ്ലി യൂസ്ഡ്. റൂളിംഗ് ക്ലാസ്സസ് മുമ്പ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റിന്റെ കൺട്രോൾ ആരുടെ കയ്യിലേക്ക് വരും? വർക്കിംഗ് ക്ലാസ്സസിൻ്റെ കയ്യിലേക്ക് വരും. അതുപോലെ നൗ യൂസ്ഡ് ബൈ ദ മെജോറിറ്റി, പ്രോളിറ്റേറിയൻസ് എഗൻസ്റ്റ് മൈനോറിറ്റി. അപ്പോൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഇപ്പോൾ എല്ലാം മൈനോറിറ്റി മെജോറിറ്റിക്കെതിരായിട്ട്, പ്രോളിറ്റേറിയൻസിനെതിരായിട്ട് ബ്യൂറോക്രസി ചെയ്യുന്ന ആ ചൂഷണങ്ങളെല്ലാം എന്തായിത്തീരും? പോവും. മാർക്സ് ആർഗ്യൂഡ് ദാറ്റ് സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് വുഡ് ബി ദ മോസ്റ്റ് ഡെമോക്രാറ്റിക്. സോഷ്യലിസ്റ്റ് ഇങ്ങനെയുള്ള ലാസ്റ്റ് സ്റ്റേജായ സോഷ്യലിസ്റ്റ് സ്റ്റേജാണ് ഏറ്റവും എന്തായിട്ടുള്ള ഇതെന്ന് പറയുന്നത്, മോസ്റ്റ് ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ദ മെജോറിറ്റി വുഡ് ഹോൾഡ് പവർ. അതായത് മെജോറിറ്റിക്കാണ് ആ ഒരു സോഷ്യലിസത്തിനകത്ത് പവർ കിട്ടുന്നത്. അതുപോലെ നോക്കൂ, അടുത്ത സ്ലൈഡ് എന്താ നോക്കൂ. അടുത്തത് കമ്മ്യൂണിസവും തിയറി ഓഫ് ഫ്രീഡവും. മാർക്സ് ബിലീവ്ഡ് ദാറ്റ് സോഷ്യലിസം ഈസ് എ ടെമ്പററി സ്റ്റേജ് ദാറ്റ് വിൽ ലീഡ് ടു കമ്മ്യൂണിസം. മാർക്സ് എന്താ ചെയ്യുന്നത്? മാർക്സിസം പക്ഷേ ഒരു ടെമ്പററി സ്റ്റേജ് ആണ്.
അത് ഫൈനൽ സ്റ്റേജായ കമ്മ്യൂണിസത്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യലിസം എന്ന് പറയുന്നത് ഒരു ഹിസ്റ്ററിയുടെ ഓരോരോ സ്റ്റേജ് കഴിഞ്ഞിട്ട് അവസാനം സോഷ്യലിസം വരുന്നു. സോഷ്യലിസം വരുമ്പോൾ ആരാണ് റൂൾ ചെയ്യുന്നതെന്ന് മെജോറിറ്റി റൂൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അത് ഫൈനൽ സ്റ്റേജ് അല്ല. കമ്മ്യൂണിസം ആണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ്. ഫൈനൽ സ്റ്റേജ് സോഷ്യലിസത്തിൽ നിന്ന് കമ്മ്യൂണിസത്തിലേക്ക് വരുന്നു. കമ്മ്യൂണിസം എന്താ ചെയ്യുന്നത്? ക്ലാസ്ലെസ് സൊസൈറ്റി, സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി വിത്തൗട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓർ എക്സ്പ്ലോയിറ്റേഷൻ. സ്റ്റേറ്റ്ലെസ്, അതായത് സൊസൈറ്റി എങ്ങനെയായിരിക്കണം? ക്ലാസ്ലെസ് ആയിരിക്കണം, സ്റ്റേറ്റ്ലെസ് ആയിരിക്കും, പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നുമില്ല, എക്സ്പ്ലോയിറ്റേഷനും ഇല്ല. ഇതാണ് സോഷ്യൽ ചേഞ്ച്. അത് ഡയലക്റ്റിക്കൽ പ്രോസസ്സിൻ്റെ എൻഡ് എവിടെയാണ് കിടക്കുന്നത്? കമ്മ്യൂണിസത്തിലാണ് ഡയലക്റ്റിക്കൽ പ്രോസസ്സിൻ്റെ എൻഡ് കിടക്കുന്നത്. എന്താ അപ്പം കമ്മ്യൂണിസ്റ്റ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ വിൽ ബി, ആ സമയത്താണെങ്കിൽ എന്താ പ്രൊഡക്ഷൻ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? കോമ്പറ്റീഷൻ റീപ്ലേസ് ചെയ്തിട്ട് സഹകരണത്തിലൂടെ പ്രൊഡക്ഷൻ നടക്കും. പ്രൊഡക്ഷൻ വിൽ ഫോക്കസ് സോഷ്യൽ നീഡ്സിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ഷൻസ്, അതായത് ലാഭത്തിനെ കാട്ടി സമൂഹത്തിന് എന്താണ് ആവശ്യം അത് പ്രൊഡക്റ്റ് ചെയ്യും. there will be no exploitation. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണല്ലോ എക്സ്പ്ലോയിറ്റേഷൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷനും ഇല്ല, ക്ലാസ് ഡിവിഷൻസ് ഇല്ല, സ്റ്റേറ്റ് ഇല്ല. സ്റ്റേറ്റ് ക്യാൻ ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് ക്ലാസ് ഓപ്പറേഷൻ. സ്റ്റേറ്റ് സമൂഹത്തിൽ എല്ലാവരും സഹകരിച്ച് ജീവിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് വരും. ഗ്രാജുവലി ഇറ്റ് ബിക്കം ദ സ്റ്റേറ്റ് അൺനെസസറി ആയി തീരും. സ്റ്റേറ്റ് വിതറവേ എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ് അവസാനം മാഞ്ഞു പോകും. കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി വിൽ ഫോളോ ദ എവരി ഓൺ വിൽ പാർട്ട് ഓഫ് ദ വർക്കിംഗ് ക്ലാസ്സസ്. എല്ലാ പാർട്ട് ഓഫ് ദ വർക്കിംഗ് ക്ലാസ് ആ കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി, കമ്മ്യൂണിറ്റി സൊസൈറ്റി വരുമ്പോൾ എല്ലാ വർക്കിംഗ് ക്ലാസ്സും അതിൻ്റെ ഭാഗമായി തീരും. നോ പ്ലേസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഇല്ല അവിടെ. സൊസൈറ്റി വിൽ ഇഗാലിറ്റേറിയൻ ആൻഡ് ഹാർമോണിയസ് ആയിരിക്കും. സൊസൈറ്റി ഹാർമോണിയസ് ആയിരിക്കും, ഇഗാലിറ്റേറിയൻ കോൺസെപ്റ്റ്സ് ആയിരിക്കും. അപ്പോൾ ഫൈനൽ പ്രോഡക്റ്റ് എന്താണ്? കമ്മ്യൂണിസം. മാർക്സിസം വ്യൂസ് ഫ്രീഡം ആസ് എ മോർ മീനിങ് ഓഫ് മെറ്റീരിയൽ നീഡ്സ്. ഫ്രീഡത്തിനെ കാട്ടിയും മെറ്റീരിയൽ നീഡ്സിനെ കാട്ടിയും ഏറ്റവും വലുതാണ് ഫ്രീഡം. ഇൻവോൾവ്സ് ഓവർകം ഡീഹ്യൂമനൈസേഷൻ ആൻഡ് ഏലിനേഷൻ, അല്ലെങ്കിൽ ഡീഹ്യൂമനൈസേഷനും ഏലിനേഷനും സംഭവിക്കും. ക്യാപിറ്റലിസം ഡ്രിവൺ ബൈ നെസസിറ്റി, മീനിങ് ഹ്യൂമൻ, നാച്ചുറൽ ലോ കാനോട്ട് ബി ചേഞ്ച്. നാച്ചുറൽ ലോസ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ക്യാപിറ്റലിസം നെസസറി ആയിട്ടുള്ള ഹ്യൂമൻ ലോസ് ചേഞ്ച് ചെയ്യും. ഫ്രീഡം ത്രൂ ഫ്രീഡം നമുക്ക് കിട്ടും. മാർക്സ് കം ഫ്രം അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് യൂസിങ് ദിസ് ലോ ടു ഹ്യൂമൻ ഇമാൻസിപ്പേഷൻ. മാർക്സ് എവിടെ നിന്നാണ് ഹ്യൂമൻ ലോസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഒരു ഹ്യൂമൻ ഇമാൻസിപ്പേഷൻ അച്ചീവ് ചെയ്യാൻ സംഭവിക്കും. റിക്വയർ നോളജ് ഓഫ് ദ ക്യാപിറ്റൽ സിസ്റ്റം ആൻഡ് സോഷ്യലിസ്റ്റ് റെവല്യൂഷൻ നെസസറി ടു ഫ്രീഡം. അതായത് നമുക്ക് ക്യാപിറ്റൽ സിസ്റ്റം എന്താണ്, സോഷ്യലിസ്റ്റ് റെവല്യൂഷൻസ് എന്താണെന്ന് മനസ്സിലായാൽ മാത്രമേ ഫ്രീഡത്തിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. ഓൾ ബൈ അബോളിഷിംഗ് ക്യാപിറ്റലിസം എസ്റ്റാബ്ലിഷിംഗ് കമ്മ്യൂണിസം ആസ് ദ ഹ്യൂമൻ ഫ്രീഡം ടു ബി റിയലൈസ്. തിയറി ഓഫ് ഫ്രീഡത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? ക്യാപിറ്റലിസ്റ്റ് അബോളിഷ് ചെയ്തിട്ട് പുതിയ കമ്മ്യൂണിസം എസ്റ്റാബ്ലിഷ് ചെയ്ത് വരും. അതാണ് യഥാർത്ഥത്തിലുള്ള ഹ്യൂമൻ ഫ്രീഡം എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ഇതാ പരീക്ഷയിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട കാര്യം മോഡേൺ കമ്മ്യൂണിസവും നമ്മുടെ സാധാരണ മോഡേൺ കമ്മ്യൂണിസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മോഡേൺ കമ്മ്യൂണിസം അല്ലെങ്കിൽ ലെനിനിസ്റ്റ് കമ്മ്യൂണിസം എന്നാണ് പറയപ്പെടുന്നത്. മോഡേൺ കമ്മ്യൂണിസം ട്രാൻസ്ഫോംഡ് ഇൻ സെക്കുലർ റിലീജിയൻ ബൈ ഓർത്തഡോക്സ് കമ്മ്യൂണിസ്റ്റ് റീജിയൻ ഈസ്റ്റേൺ യൂറോപ്പ് എൽസ്വെയർ എല്ലായിടത്തും മോഡേൺ കമ്മ്യൂണിസം എന്ത് ചെയ്തു? ട്രാൻസ്ഫോംഡ് ഇൻ ഒരു സെക്കുലർ റിലീജിയൻ പോലെ ഓർത്തഡോക്സ് കമ്മ്യൂണിസ്റ്റുകാരുണ്ടായി തുടങ്ങി മോഡേൺ കമ്മ്യൂണിസത്തിൽ. അത് ഈസ്റ്റേൺ യൂറോപ്പിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ. അതുപോലെ തന്നെ ഒരു സബ്റ്റിൽ ആൻഡ് കോംപ്ലക്സ് ഫോം ഓഫ് മാർക്സിസം എമർജ് ചെയ്തു വന്നു മോഡേൺ കമ്മ്യൂണിസത്തിൽ വെസ്റ്റേൺ യൂറോപ്പിൽ. അതിനെ മോഡേൺ മാർക്സിസം എന്നോ വെസ്റ്റേൺ മാർക്സിസം എന്നോ നിയോ മാർക്സിസം എന്ന പേരിൽ പുതിയ ഒരു സബ്റ്റിലായിട്ടുള്ള മാർക്സിസം എമർജ് ചെയ്തു വന്നു. മോഡേൺ കമ്മ്യൂണിസത്തിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? റിവിഷൻസ് ഓഫ് ക്ലാസിക്കൽ മാർക്സിസം റിവിഷൻ ചെയ്തു. അതായത് ക്ലാസിക്കലായിട്ടുള്ള പണ്ടത്തെ മാർക്സിസം അവർ റിവിഷൻ ചെയ്തിട്ട് അവർ മോഡേൺ മാർക്സിസം എയിം ചെയ്ത് എന്താണ്? റിവേഴ്സ് ഓർ റീകാസ്റ്റ് ക്ലാസിക്കൽ മാർക്സിസം ഐഡിയ റിമൈനിങ് ട്രൂ സർട്ടൺ മാർക്സിസ്റ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തോഡോളജി. അവർ പഴയ മാർക്സിസത്തിൻ്റെ കുറച്ച് മെത്തോഡോളജി അവിടെ നിലനിർത്തിയിട്ട് മാർക്സിസത്തിൻ്റെ പ്രിൻസിപ്പിൾസ് നിലനിർത്തിയിട്ട് അവർ പുതിയ ഒരു മാർക്സിസം, അതായത് റിവിഷൻ ഓഫ് ക്ലാസിക്കൽ മാർക്സിസം നടത്തിയവർ. അതുപോലെ ഹെഗേലിയൻ ഇൻഫ്ലുവൻസസ് റീ എക്സാമിൻ ചെയ്തു. അതായത് ആദ്യമേ ഹെഗലിൽ നിന്നാണല്ലോ തീസിസ്, ആൻറ്റി തീസിസ്, സിന്തസിസ് എന്ന് പറഞ്ഞ് മാർക്സ് ഇൻഫ്ലൂ ചെയ്തത്. അതിനെ അനലൈസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്തു? ഗ്രേറ്റർ ഇൻട്രസ്റ്റ് ഇൻ ഹെഗൽ ഐഡിയ പർട്ടിക്കുലർലി ഫോക്കസസ് മാൻ ഈസ് ദ ക്രിയേറ്റർ ആൻഡ് ഫൗണ്ട് മാർക്സ് എയർലി റൈറ്റിംഗ്സ്. അദ്ദേഹം പർട്ടിക്കുലർ ഫോക്കസ് ചെയ്ത് മനുഷ്യനാണ് ക്രിയേറ്റർ എന്നും മാർക്സിസത്തിൻ്റെ എയർലി റൈറ്റിംഗ് പണ്ടത്തെ റൈറ്റിംഗ്സ് ഫൗണ്ട് ചെയ്തിട്ട് അവർ പറഞ്ഞു. അതുപോലെ ഹ്യൂമൻ ഏജൻസി, ഹ്യൂമൻ ആർ സീൻ എ ക്രിയേറ്റർ ഓഫ് ദ ഹിസ്റ്ററി. മോഡേൺ മാർക്സിസം വന്നപ്പം ചരിത്രം ഉണ്ടാക്കുന്നത് മനുഷ്യരാണ്. മിയർലി കൺട്രോൾഡ് ഇംപേഴ്സണൽ മെറ്റീരിയൽ പ്രോസസ്സാണ്. പപ്പറ്റ്സ് കൺട്രോൾഡ് ബൈ ഇംപേഴ്സണൽ മെറ്റീരിയൽ പ്രോസസ്സാണ്. അവർ ഇംപേഴ്സണൽ ആയിട്ടുള്ള മെറ്റീരിയൽ പ്രോസസ്സ് അവരെന്ത് ചെയ്യുന്നു? പപ്പസ്റ്റാണ് കൺട്രോൾ ചെയ്യുന്നത്. എക്സ്പാൻഡ് സോഷ്യൽ അനാലിസിസ്. ദ ക്ലാസ് സ്ട്രഗിൾ വാസ് നോ ലോങ്ങർ വ്യൂഡ്. സോഷ്യൽ അനാലിസിസ് ചെയ്യുമ്പോൾ ക്ലാസ് സ്ട്രഗിൾ ഒരിക്കലും കുറേ നാളൊന്നും നിലനിൽക്കത്തില്ല.
അതുപോലെ ക്രിട്ടിക് ഓഫ് ബോൾഷിവിക് ഓർത്തഡോക്സ് സിസ്റ്റം. ക്രിട്ടിക് ഓഫ് ബോൾഷിവിക് ഓർത്തഡോക്സ് സിസ്റ്റം മോഡേൺ കമ്മ്യൂണിസ്റ്റ് ഡിസ്റിഗാർഡ് ദ ബോൾഷിവിക് മോഡൽ ഓഫ് കമ്മ്യൂണിസം. നേരത്തെ പറഞ്ഞതുപോലുള്ള ഓർത്തഡോക്സ് കമ്മ്യൂണിസത്തിനെ ക്രിട്ടിക് ചെയ്തു. ദേ ക്രിട്ടിസൈസ്ഡ് ഓതോറിറ്റേറിയൻ ആൻഡ് റെസ്പെക്റ്റീവ് നാച്ചർ. അവർ ഈ കമ്മ്യൂണിസത്തിൻ്റെ റെപ്രസീവ് നാച്ചറും ഓതോറിറ്റേറ്റീവ് നാച്ചറും അവരെന്ത് ചെയ്തു, അവർ ക്രിട്ടിസൈസ് ചെയ്തു. റിജക്റ്റഡ് അത് അവർ അതിനെ പഴയ ട്രഡീഷണൽ കമ്മ്യൂണിസത്തിന്